ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ഹോങ്ക് ഹോങ്ക് ടൂറ്റ് ടൂറ്റ് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് പരിചയപ്പെടുന്നത്. ആദ്യത്തെ പേജാണ് കേട്ടോ ആക്ടിവിറ്റി ബുക്കിലേത്. ഇവിടെ എന്താണുള്ളത്? ഒരു ബസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കാറുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ പാഠത്തിലെ ആക്ടിവിറ്റി ബുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ് അസ് കളർ ദ പിക്ചേഴ്സ്. കണ്ടു, ഇവിടെ ഒരു ബസ് തന്നിട്ടുണ്ട്. ആ ബസ്സിന് നമ്മൾ നന്നായിട്ട് കളർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എഴുതിയേക്കണം നോക്കുമോ, ദിസ് ഈസ് എ ഡാഷ്. ഇതെന്താണ്? ഇത് ബസ്സാണ് അല്ലേ. അപ്പോൾ ദിസ് ഈസ് എ ബസ്. ബസ്സിൻ്റെ സ്പെല്ലിംഗ് എന്താ? BUS, ബസ്. ദിസ് ഈസ് എ ബസ്. ഇതൊരു ബസ്സാകുന്നു. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 1 പറയാനുള്ളത്. ഒരു ബസ് തന്നിട്ട് അതിന് കളർ കൊടുക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ഇവിടെ എഴുതുക. എന്തെഴുതും? ദിസ് ഈസ് എ ബസ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. വാട്ട് ഈസ് ഹെഡിങ് ഹിയർ? കളർ ദ ഷേപ്സ് വിത്ത് ഡോട്ട് ഇൻ ദെം. ഇവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? ഈ പേജിൽ ഓരോ ഡോട്ടുകൾ കാണാം. ആ ഡോട്ടുകളിൽ നമ്മൾ കളർ കൊടുത്താൽ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളെ കിട്ടും നമുക്ക്. അപ്പോൾ എന്താണ് നമുക്ക് അവിടെ ഒളിഞ്ഞിരിക്കുന്നത്? അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ജീപ്പാണ്. എന്നിട്ട് നമ്മൾ അവിടെ എഴുതണം ദിസ് ഈസ് എ, എന്താണ് കിട്ടിയത്? ജീപ്പ്. അപ്പോൾ ജീപ്പ്, JEEP, ജീപ്പ്. അപ്പോൾ ദിസ് ഈസ് എ ജീപ്പ്. അതിവിടെ എഴുതണം. അപ്പോൾ ഇവിടെ കളർ കൊടുക്കുക, ഓരോ കുത്തുകൾക്കും കളർ കൊടുക്കുക. ആ കുത്തുകൾ കളർ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒളിഞ്ഞിരിക്കുന്ന ആളെ കിട്ടും. ഒളിഞ്ഞിരിക്കുന്ന ആളാരാ? അത് ജീപ്പാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതണം ദിസ് ഈസ് എ ജീപ്പ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 3 ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ്, കളർ ദം ടു. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് കളർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത കളർ കൊടുത്ത് ആ പിക്ചർ ഒന്ന് ഭംഗിയാക്കുക. എന്നിട്ട് നോക്കൂ, പുട്ട് എ ടിക്ക് മാർക്ക് ഇടണം എഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡൻറ്റിഫൈ ഇൻ ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സിൽ നിന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത വെഹിക്കിൾസിൻ്റെ പേര് ഈ ഇതിൽ തന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. അപ്പോൾ നോക്കാം നമുക്ക്. ബസ് നോക്കൂ, ബസ് ഇതിൽ തന്നിട്ടുണ്ടോ? ഇതാണ് ബസ്. അപ്പം നമ്മളതിനെ ടിക്ക് ചെയ്യണം. അടുത്തത് ബൈസിക്കിൾ നോക്കൂ, ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മളിവിടെ ടിക്ക് ചെയ്യണം. ഇനി അടുത്തത് സ്കൂട്ടർ എവിടെയുണ്ടോ നോക്കൂ, ദേ ഇരിക്കുന്നു സ്കൂട്ടർ. അപ്പോൾ സ്കൂട്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടിക്ക് ചെയ്യണം. ഇനി ട്രെയിൻ ഈ ചിത്രത്തിലുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതിന് ടിക്ക് ചെയ്യണ്ട. ഇനി അടുത്തത് എയറോപ്ലെയിൻ ഈ ചിത്രത്തിലുണ്ടോ? ഉണ്ടോ കൂട്ടുകാരെ? ഇല്ല അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ടിക്ക് ചെയ്യണ്ട. അടുത്തത് ജീപ്പ് ഈ ചിത്രത്തിലുണ്ടോ? നോക്കൂ കൂട്ടുകാരെ, ജീപ്പുണ്ടോ? അതായിരിക്കണോ ജീപ്പ്. അപ്പം ജീപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. അടുത്തത് മോട്ടോർ ബൈക്ക് ഉണ്ടോ? ഇതായിരിക്കണം മോട്ടോർ ബൈക്ക്, ടിക്ക് ചെയ്യണം. അടുത്തത് ഓട്ടോറിക്ഷ ഉണ്ടോ? ഇവിടെ ഇരിക്കണം അല്ലേ ഓട്ടോറിക്ഷ. അപ്പം അതിനെ നമ്മൾ ടിക്ക് ചെയ്യണം. അടുത്തത് കാറുണ്ടോ കൂട്ടുകാരി ഈ ചിത്രത്തിലെ? കാറ് ഇല്ല അല്ലേ. അപ്പം അതിനെ ടിക്ക് ചെയ്യണ്ട. ലോറി ഉണ്ടോ? ലോറി ഇല്ല. പിന്നെ അടുത്തതോ ബോട്ടുണ്ടോ? ബോട്ടില്ല. പിന്നെയോ വാനുണ്ടോ? വാനുണ്ടല്ലേ. അപ്പം അതിന് ടിക്ക് ചെയ്യണം. അങ്ങനെ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന വെഹിക്കിൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നതിൽ ടിക്ക് ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ബസ്, ബൈസിക്കിൾ, സ്കൂട്ടർ, അതുപോലെ ജീപ്പ്, മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, വാൻ എന്നിവയൊക്കെ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4 വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾസ്, ഡ്രോ ആൻഡ് കളർ ഇറ്റ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾസിൻ്റെ ചിത്രം ഇവിടെ വരച്ച് ആ ചിത്രത്തിന് എന്ത് ചെയ്യണം? നല്ല മനോഹരമായിട്ട് കളർ കൊടുക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് 2 സെൻറ്റൻസ് എഴുതണം. എന്താവും എഴുതുക? അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കാറിൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് എഴുതും? ദിസ് ഈസ് എ കാർ. എന്ത് കാറാ? ഏത് കളറാ? ഇവിടെ ഏതിപ്പോൾ റെഡ് കളർ കൊടുക്കുക വെച്ചാൽ റെഡ് കാർ. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. അല്ലെങ്കിലോ ദിസ് ഈസ് എ കാർ, എ യെല്ലോ കാർ. അങ്ങനെ ഏത് കളറാണ് വെച്ചെങ്കിൽ ആ കളറിൻ്റെ ഇതും കൂടി ഇവിടെ എഴുതണം. അങ്ങനെ 2 സെൻറ്റൻസാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ആക്ടിവിറ്റി 4 നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ആക്ടിവിറ്റി 5 നോക്കാം. ലെറ്റ് us മാച്ച് സ്യൂട്ടബിളി, ഡ്രോ ആൻഡ് ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വെഹിക്കിൾസ് കണ്ടു, ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിം ഏതാണെന്ന് ഇതിൽ കറക്റ്റ് നെയിം കണ്ടുപിടിച്ച് നമ്മൾ അതിനെ മാച്ച് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം അവർ തന്നിട്ടുണ്ട്, റെഡ് സ്കൂട്ടർ ഏതാ? ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് സ്കൂട്ടറിനെ അവർ മാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്തത് എന്താ? ബ്ലൂ മോട്ടോർ ബൈക്ക്. ഈ ചിത്രത്തിലെ ഏതാണ് മോട്ടോർ ബൈക്ക്? ഇതാണ് മോട്ടോർ ബൈക്ക്. ഇതിൻ്റെ കളർ ഏതാ? ബ്ലൂ ആണല്ലേ. അപ്പം ബ്ലൂ മോട്ടോർ ബൈക്ക് ഇങ്ങനെ വരച്ച് യോജിപ്പിക്കണം. അടുത്തത് ഗ്രീൻ ജീപ്പ് ഏതാ? ഗ്രീൻ ജീപ്പ് ഇതാണല്ലേ. അപ്പം ഇവിടെ നിന്നിങ്ങനെ ഇതിലേക്ക് വരച്ച് യോജിപ്പിക്കണം. അടുത്തത് ബ്ലാക്ക് ബൈസിക്കിൾ ഏതാ? ഇതാണല്ലേ ബ്ലാക്ക് ബൈസിക്കിൾ. അപ്പം ബ്ലാക്ക് ബൈസിക്കിൾക്ക് വരച്ച് യോജിപ്പിക്കണം. കൂട്ടുകാരെ, ഈ
വെഹിക്കിൾസിൻ്റെ ഒക്കെ പേരുകൾ, സ്കൂട്ടർ, മോട്ടോർ ബൈക്ക്, ജീപ്പ്, ബൈസിക്കിൾ, ഇതൊക്കെ നമ്മൾ എഴുതാൻ സ്പെല്ലിങ് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അതോടുകൂടി ഈ നിറങ്ങളുടെ പേരും പഠിക്കണം കേട്ടോ. റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക്, ഇത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് കേട്ടോ. ആക്ടിവിറ്റി 6, ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചേഴ്സ് യൂസിങ് സ്റ്റിക്കേഴ്സ്. ഈ പിക്ചറിൽ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ വരകളൊക്കെ തന്നിട്ടുണ്ട്. ആ വരകൾ ഉപയോഗിച്ച് നമ്മൾ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ വരകളൊക്കെ ഉപയോഗിച്ച് ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. വാട്ട് ആർ ദർ ടാക്കിംഗ്? എന്താണ് അവർ പറയുന്നത്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അപ്പോൾ ഇവർ പറയുന്ന കോൺവെർസേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വണ്ടി പറയുന്നത് എന്താണ്? ഐ ഹാവ് വീൽസ്. എനിക്ക് എന്തുണ്ട്? വീലുകളുണ്ടെന്നല്ലേ. അപ്പോൾ എയ്റോപ്ലെയിൻ എന്താ പറയുക? ഐ ടു ഹാവ് വീൽസ്. അപ്പോൾ എയ്റോപ്ലെയിൻ പറയാണ് എനിക്കും ഉണ്ട് വീൽസ് അല്ലേ, എനിക്കും വീൽസുകളുണ്ടെന്ന് പറയാണ്. എന്നിട്ട് എയ്റോപ്ലെയിൻ പറയാണ് ഐ ഹാവ് വിങ്സ്. എനിക്ക് എന്തുണ്ട്? ചിറകുകളുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ വണ്ടി എന്ത് പറയും? ഈ വണ്ടിക്ക് ചിറകുകളുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ എന്ത് പറയും? ഐ ഹാവ് നോ വിങ്സ്. അപ്പോൾ ഇവിടെ ഐ ഹാവ് കഴിഞ്ഞിട്ട് നോ എഴുതിയിട്ട് വിങ്സ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, ഈ വണ്ടി എന്ത് പറയണോ? ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഹോൺ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ എയ്റോപ്ലെയിൻ എന്ത് പറയണോ? ഐ ഹാവ് നോ ഹോൺ. അതിൽ നോ ഹോൺ തന്നിട്ടുണ്ട്. മുന്നിലുള്ളത് നമ്മളിവിടെ എഴുതാം. എന്ത് എഴുതും? എനിക്ക് ഹോൺ ഇല്ല. എങ്ങനെ എഴുതും? ഐ ഹാവ് നമ്മൾ എഴുതണം ഐ ഹാവ് നോ ഹോൺ. അപ്പോൾ ഇത് സംഭാഷണമാണ്. ഇതും ഇതുപോലെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇതിൽ ഈ വണ്ടികളുടെ പാർട്സുകൾ പഠിച്ചോളൂ കേട്ടോ. വീൽസ്, അതുപോലെ വിൻസ്, ഹോണ്. ഓക്കെ കൂട്ടുകാരെ, അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. ലെറ്റസ് ദ കംപ്ലീറ്റ് സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ആരൊക്കെയാണുള്ളത്? ഇവിടെ ബസ്സുണ്ട്, ഇത് കാറാണ് അല്ലേ. അങ്ങനെ ബസ്സും കാറും തമ്മിലുള്ള കംപ്ലീറ്റ് ദ സെൻറ്റൻസ് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പം ദിസ് ഈസ് എ ഡാഷ് ബസ്. എന്ത് ബസ്സായത്? ഇത് ബ്ലൂ ബസ്സാണല്ലേ. അപ്പോൾ ഈ ഡാഷുള്ളടത്ത് എന്ത് എഴുതണം? ബ്ലൂ എന്ന് എഴുതണം. ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് എന്തുണ്ട്? സീറ്റുകളുണ്ടെന്ന് അതവർ തന്നിട്ടുണ്ട്. ദ ബസ് ഹാസ് ഡാഷ്. എന്താണ് പിന്നെ ബസ്സിനുള്ളത്? ബസ്സിന് ഹോൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഹോൺ എന്ന് എഴുതണം. ഇനി 2 എണ്ണം കൂടി നമ്മളോട് എഴുതാം. അപ്പോൾ എന്ത് എഴുതും? ദ ബസ് ഹാസ്, പിന്നെ എന്ത് എഴുതും? എന്താണുള്ളത്? മിറർ ഉണ്ട് അല്ലേ. അപ്പം മിറർ. അടുത്തത് എന്ത് എഴുതും? ദ ബസ് ഹാസ് എന്ത് എഴുതും? ലൈറ്റ്. ലൈറ്റ്സ് ഉണ്ട്. അപ്പം ലൈറ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് കാറാണ്. ദിസ് ഈസ് എ ഡാഷ്. ദിസ് ഈസ് ഇത് എന്താണ്? റെഡ് കാറാണ് അല്ലേ. അപ്പം ദിസ് ഈസ് എ റെഡ് കാർ. ദ കാർ ഹാസ് സീറ്റ്. കാറിന് എന്തുണ്ട്? സീറ്റുകളുണ്ട്. ദ കാർ ഹാസ് എന്തുണ്ട് കാറിന്? പിന്നെ എന്തൊക്കെയാണ് കാറിൻ്റെ പാർട്സ് വെച്ചെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാം. എന്ത് ചെയ്യാം? ഹോൺ എഴുതാം അല്ലേ. അപ്പോൾ ഹോണിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഹോൺ. പിന്നെ എന്ത് ചെയ്താം? ദ കാർ ഹാസ് ലൈറ്റ്സ്. ദ കാർ ഹാസ് മിറർ. അപ്പോൾ കാറിനുള്ള പാർട്സിൻ്റെ പേരൊക്കെ നമുക്ക് അവിടെ എഴുതാം. അതിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 9 നോക്കാം. ആക്ടിവിറ്റി 9, വാട്ട് ഡു ദേ സേ? എന്താണ് അവർ പറയുന്നത്? എന്താ ബസ് എന്താ പറയുന്നത്? ഹേയ് കാർ ഗിവ് വേ. വഴി തരാൻ പറയുകയാണല്ലേ. അപ്പം എന്താണ് കാർ എന്ത് പറഞ്ഞ? ടൂറ്റ് ടൂട്ട് യു മൂവ്. അപ്പം കാർ എന്താ പറയണേ? കാറ് പറയണേ ടൂറ്റ് ടൂറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറ്റ് ടൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ ഹോൺ അടിക്കുന്ന ശബ്ദമാണ് കേട്ടോ. യു മൂവ്, നീ നീങ്ങിക്ക് എന്ന് പറയാണ്. ഇത് നമ്മുടെ പാഠത്തിലുണ്ട്. ആരാ? പോലീസ് മാമ നിൽക്കുന്നുണ്ട് അല്ലേ. പോലീസ് മാമ എന്ത് പറയുന്നു? സ്റ്റോപ്പ് സ്റ്റോപ്പ്. എന്താണ് പറയുന്നത് വെച്ചെങ്കിൽ അതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 10, ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് പൂർത്തീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ഇതിന് വീലുണ്ടോ? ഈ ജീപ്പിന് വീലുണ്ടോ? ഇല്ല അല്ലേ. ദ ജീപ്പ് ഹാസ് വീൽസ് എന്ന് എഴുതരുത്, കാരണം വീലില്ല. നോ വീൽസ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ഇനി ഇവിടെ എന്താണ് പറയുന്നത്? ഇതാരാ? ഇത് നമ്മുടെ ലോറിയാണ് അല്ലേ. ദിസ് ലോറി ഹാസ് നോ എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നമ്മളോട് എഴുതുക. എന്താണ് ഇല്ലാത്തത് വെച്ചെങ്കിൽ അതാണ് നമ്മൾ എഴുതേണ്ടത്. അതിനാണ് ഇവിടെ നോ എന്ന് തന്നേക്കണത് കേട്ടോ. എന്താണ് ഈ ലോറിക്ക് ഇല്ലാത്തത്? ലൈറ്റ്സ് ആണ് ഇല്ലാത്തത് അല്ലേ. നമ്മൾ ലൈറ്റ്സ് എന്ന് എഴുതണം. 2 ലൈറ്റുകളും ഇല്ലല്ലോ ഈ ലോറിക്ക്. ഓക്കെ കൂട്ടുകാരെ, ഇനി ദിസ് ഡാഷ് ഹാസ് നോ സീറ്റ്. ഇതിന് എന്തില്ല? സീറ്റ് ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എന്താ സാധനം? ദിസ് ഡാഷ്. ഇത് എന്ത് സാധനം? ഇത് ബൈസിക്കിൾ ആണല്ലേ. ഇപ്പം ബൈസിക്കിൾ എഴുതണം. ഓക്കെ കൂട്ടുകാരെ, അടുത്തത് ഒരു വാനിൻ്റെ ചിത്രം തന്നിട്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും വാനിന് ഇല്ലാത്തത് നമ്മൾ എഴുതണം. എന്താണ് ഈ വാനിന് ഇല്ലാത്തത്? വാനിന് ഡോറില്ല അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ദിസ് വാൻ ഹാസ് നോ ഡോർ. അപ്പോൾ ഇല്ലാത്തതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? നോ എന്ന് ചേർക്കണം. നോ ഡോർ. ആ നോ എന്ന് ചേർക്കാനുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ ഇത്. അടുത്തത് ആക്ടിവിറ്റി 11, വാട്ട് വിൽ ദ ഡോഗ് സേ? എന്താണ് ഈ ഡോഗ് പറയുന്നത് എന്ന് നോക്കി. എ കപ്പ് ഓഫ് ടീ പ്ലീസ്. അപ്പോൾ ഈ പൂച്ച പറയുകയാണ് ഒരു കപ്പ് ചായ കൊണ്ടുവരാൻ പറയുകയാണ് അല്ലേ. ഡോഗ് ചായ കൊണ്ടുവന്ന് വരികയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഡോഗിൻ്റെ കയ്യിൽ നിന്ന് ആ ചായ
എന്ത് ചെയ്തു? കപ്പ് പൊട്ടിപ്പോയി, നിലത്ത് വീണ് പൊട്ടിപ്പോയി. ആ ശബ്ദമാണ് കേട്ടോ അത്. അപ്പോൾ ഈ പൂച്ചയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പൂച്ച പറയാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്, നീ ശ്രദ്ധിക്കാണ്ടെന്നുള്ളതിൽ പറയാണ്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണെന്ന് പറയാണ്. അപ്പം എന്താവും നമ്മുടെ ഡോഗ് പറയുന്നത്? എന്താവും ഡോഗ് പറയുക? സാധാരണ നമ്മുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ എന്ത് പറയും? സോറി പറയൂ അല്ലേ? അപ്പം അതുപോലെ തന്നെ ഡോഗ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സോറി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സോറി എന്ന് നമ്മളിവിടെ എഴുതണം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 12 നോക്കാം. ഇവിടെ ഒരു സോങ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ അവർ വിട്ടുപോയിട്ടുണ്ടല്ലേ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് നോക്കി നോക്കിയല്ലോ. ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. Bluebirds, you are so fine, I am so happy to see you all. അപ്പം ഇതേ വരികൾ തന്നെയാണ് ഇവിടെ എഴുതിയേക്കണത് അല്ലേ. അതിൽ ഈ ഗ്രീൻ ട്രീസ് മാത്രം മാറ്റിയിട്ടുള്ളൂ. ഇതിൽ കണ്ടോ, ഗ്രീൻ ട്രീസിന് പകരം അടുത്തത് വരുമ്പോൾ എന്ത് വരണം? ബ്ലൂ ബേഡ്സ്. കണ്ടോ ഇവിടെ ബ്ലൂ ബേഡ്സ്. ഇനി അടുത്ത ഭാഗം വരുമ്പോൾ എങ്ങനെ എഴുതും? ഇവിടെ ഡാഷ് എന്ന് എഴുതിയേക്കണേ. വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചെഴുതേക്കണേ. യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. എന്താവും ഇനി നമുക്ക് എഴുതാം? ട്രീയുടെ കാര്യങ്ങളും പറഞ്ഞു, ബേഡ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ചിത്രത്തിലുള്ളത്? കാറുണ്ടല്ലേ. അപ്പോൾ ഇനി കാറിനെ കുറിച്ച് എഴുതാം നമുക്ക്. ഇവിടെ ബ്ലൂ ബേഡ്സ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് എഴുതും? റെഡ് കാർ എന്ന് എഴുതണം. അപ്പോൾ ഈ റെഡ് കാർ എന്ന് മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ എന്താ? ഗ്രീൻ ട്രീസ് എന്ന് പറയണോ. അടുത്തത് എന്ത് പറയണോ? ബ്ലൂ ബേഡ്സ് എന്ന് പറയണോ. ഇനി അടുത്തത് എന്ത് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? റെഡ് കാർ എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 1 ഫുൾ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.